ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കുറേ നാളായിട്ട് ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇത് എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി. പക്ഷെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല കേട്ടോ. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇത് നമ്മൾ ന്യൂ ഇയറിൻ്റെ തലേന്ന് മലയാറ്റൂർ നക്ഷത്ര തടാകം കാണാൻ പോയതാണ് കേട്ടോ. വേറെ ആരും ഉണ്ടായില്ല, നമ്മൾ മാത്രം, ഞാനും ഹസ്ബൻഡും മക്കളും കൂടിയാണ് കേട്ടോ പോയത്. പോണ വഴിക്ക് ഒരുപാട് സ്റ്റാറും കാര്യങ്ങളും എല്ലായിടത്തും നിറച്ച് ഈ ന്യൂ ഇയറും ക്രിസ്മസും അതിൻ്റെയൊക്കെ സ്റ്റാറും കാര്യങ്ങളും ലൈറ്റും നല്ല രസമായിരുന്നു പോകണം. പിന്നെ നമ്മൾ പോയതൊരു 6 മണി 6:30 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഇതാ നല്ല ബ്ലോക്ക്, വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല കേട്ടോ, അതുപോലെ ബ്ലോക്ക്. പിന്നെ പാൻ പാർക്ക് ഉണ്ട്, അവിടെ നമ്മൾ വണ്ടി ഒതുക്കിയിട്ട് താഴോട്ട് നടന്നാണ് കേട്ടോ പോയത്. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ മലയാറ്റൂർ പോകുന്നത് ഇങ്ങനെ കാണാനായിട്ട്. അവിടെ ചെന്നപ്പോൾ ഭയങ്കര രസമാണ്, കാരണം ഫുൾ ലൈറ്റും പിന്നെ അതിലപ്പുറം സ്റ്റാർ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഫുള്ള് നമ്മൾ വന്ന വഴിക്ക് മുതലേ നമ്മൾ കണ്ടുകൊണ്ട് വരുന്നതാണ്. അതൊക്കെ കണ്ടപ്പോൾ അയ്യോ ഇതെന്താ സംഭവം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാട്ടോ നോക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, പിള്ളേരെ കയ്യിലാക്കാനായിട്ടുള്ള കടകൾ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. ടോയ്സും കാര്യങ്ങളും പിന്നെ സ്നാക്സ്, ഫുഡ്, അങ്ങനെ ഒരുപാട്. ആ കാണുന്ന തടാകത്തിന് നടുക്കായിട്ട് വലിയൊരു സ്റ്റാർ ഉണ്ട് കേട്ടോ. അത് നമ്മൾ കാണിച്ചു തരാവേ. അതുപോലെ വലിയൊരു സ്റ്റാറാണ്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നമ്മളിതാ നല്ല തിരക്കാണ്, കൈ വിട്ട പിള്ളേർ പോവും. അതുപോലെ അതാണ് ഈ വന്നവരുടെ അടുത്തു നിന്നൊക്കെ ബോളും കാര്യങ്ങളും, ആ ലൈറ്റുള്ള ബലൂൺ അതൊക്കെ തട്ടിപ്പറിക്കാൻ കേട്ടോ. പിന്നെ അതാ നമ്മൾ ചെറുതായിട്ട് ഇതായി കാണുന്ന ഇതൊക്കെ മേടിച്ച് കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ പറയുന്നത് കഴിച്ചോ നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട്, നമുക്കറിയാമല്ലോ അവർക്ക് കച്ചവടം ചെയ്യാനുള്ളൊരു ട്രിക്കാണെന്ന്. എന്നാലും പിള്ളേർ സമ്മതിക്കുമല്ലോ. അപ്പോൾ നമ്മളിതാ അതൊരു മേടിച്ച് കഴിച്ചു കേട്ടോ. ഫൈസിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഫൈസി പറഞ്ഞൊന്നും മേടിക്കാണ്ട് പോയി മേടിച്ചായിരുന്നു. അവനൊക്കെ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവർ ടോയ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എല്ലാം വേണം, അങ്ങനെ എല്ലാം മേടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂലല്ലോ. പിന്നെ അത് ഇട്ടാപ്പൊട്ടി, അവൻ്റെ ഫേവറേറ്റാണ് ഇട്ടാപ്പൊട്ടി. പക്ഷേ വീട് വരെ എത്തിച്ചില്ല കേട്ടോ. വീട്ടിലിട്ട് വന്നതിന് മുന്നേ തന്നെ അവൻ അവിടെ നിന്ന് തന്നെ പൊട്ടിച്ചാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഇങ്ങനെ ഐറ്റംസൊക്കെ നമ്മൾ കണ്ടു പോയേ. പിന്നെ നമുക്ക് കാണുമ്പോൾ എല്ലാം അങ്ങോട്ട് മേടിക്കാൻ തോന്നും. എന്നാലും നമ്മൾ കുറേയൊക്കെ മേടിച്ച്, കുറേന്നല്ല, നമുക്ക് കുറച്ച് പിള്ളേരല്ലേ, അവരാവശ്യപ്പെടുമ്പോൾ നമുക്ക് മേടിച്ച് കൊടുക്കാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഇതാ അതെന്താ ഇങ്ങനെ മേളിൽ കയറിയതെല്ലാം കണ്ടു കൊടുക്കാണ്ട്, അത് ഭയങ്കര സന്തോഷമാണ്. ലൈറ്റ് കാണുമ്പോൾ തന്നെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ സ്റ്റാർ മേടിച്ച് തരാൻ പറഞ്ഞിട്ടായി, അത് മേടിക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഇതാ ബലൂണ്, അതിന് ബലൂൺ മേടിച്ചു, അതും വീട് വരെ എത്തിയില്ല. അപ്പോഴേക്കും അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് പെറുക്കി കയ്യിലെടുത്തു കേട്ടോ. പിന്നെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. കാർഷികമേളയ്ക്കൊക്കെ വരുമ്പോൾ നിറച്ച് റൈഡും കാര്യങ്ങളും, അതിലൊന്നും നമ്മൾ കയറിയില്ല. പിന്നെ പിള്ളേരെ 3-4 ഐറ്റംസ് കയറ്റി കേട്ടോ. പിന്നെ പൈസയ്ക്ക് ലേസർ മേടിച്ച്, വേറെ ഒന്നും വേണ്ട, ലേസർ മതി. എന്നിട്ട് ലേസർ മേടിച്ചു. പൈസ കൂടുതലാണ് ലേസറിനൊക്കെ, എന്നാലും മേടിച്ചു. വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അങ്ങോട്ട് ഏക്കൂലാത്ത കാരണം ഒരു ലേസർ മേടിച്ചു കൊടുത്തു കേട്ടോ അവനക്ക്. വെള്ളമൊക്കെ കാണുമ്പോൾ നമുക്ക് കയറാൻ തോന്നും, പക്ഷെ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നല്ല ഹൈറ്റിലാണ് കേട്ടോ അത് പോകുന്നത്. അപ്പോൾ നമുക്ക് പേടിയാവും. പിന്നെ നമ്മൾ കയറിയില്ല, കാരണം നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അത് കാരണം അങ്ങനെ ഇതിലൊന്നും കയറിയില്ല കേട്ടോ. അത് തന്നെ അങ്ങനെ നടന്ന് ഫുള്ള് കണ്ട് നല്ല തിരക്കാണ്. അതുപോലെ പിന്നെ നമ്മളിതാ ഈ ബോൾ എറിയുന്ന ഈ സംഭവം കളിച്ചു കേട്ടോ. 100 രൂപയുടെ ബോൾ എറിഞ്ഞിട്ട് നമുക്കിതാ 10-25 രൂപയുടെ ഒരു പാത്രം കേട്ടോ അങ്ങോട്ട് കിട്ടിയത്. എന്ത് ചെയ്ത് നമ്മൾ എന്തൊക്കെ കാണിച്ചാലും അതങ്ങോട്ട് ചാടൂല. പിന്നെ അതാ നമ്മളതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചു. ഫൈസിക്ക് ഇതാ സന്തോഷം കണ്ട മുഖത്ത്, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറിയൊരു വീഡിയോ കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ ആദമൊക്കെ കിടന്നുറങ്ങി കേട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു 10-11 മണിയായിട്ട്.